കർണാടകയിലുള്ള സെന്റ് മേരീസ് ഐലൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ലക്ഷദ്വീപ് ഒക്കെ പോകാൻ ആഗ്രഹിച്ചിട്ട് അതിന്റെ ഉയർന്ന ബഡ്ജറ്റ് കാരണം പോകാൻ പറ്റാതിരിക്കുന്നവർക്ക് ഒരു കിടിലൻ സ്പോട്ടാണ് സെന്റ് മേരീസ് ഐലൻഡ്. വെറും 500 മീറ്റർ നീളവും 100 മീറ്റർ വീതിയുമുള്ള ഈ ഒരു ദ്വീപ് നമ്മുടെ കണ്ണുകളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ കൊണ്ട് നിറയ്ക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കർണാടകയിലെ മാൽപേ ബീച്ചിൽ നിന്ന് 7 കിലോമീറ്ററോളം കടലിലൂടെ സഞ്ചരിച്ച് വേണം നമുക്ക് സെന്റ് മേരീസ് ഐലൻഡിൽ എത്താൻ. 400 രൂപയാണ് നമുക്ക് ഇതിന് ടിക്കറ്റ് റേറ്റ് വരുന്നത്. 20 മിനിറ്റിലേറെ കടലിലൂടെ സഞ്ചരിച്ച് നമ്മൾ സെന്റ് മേരീസ് ഐലൻഡിന്റെ കവാടത്തിൽ എത്തിയിട്ടുണ്ട്. രാവിലെ 9:30 മുതൽ സെന്റ് മേരീസ് ഐലൻഡിന്റെ എൻട്രി ഓപ്പൺ ആയിരിക്കും. നമുക്ക് 1 മണിക്കൂറാണ് ഐലൻഡിൽ ചെലവഴിക്കാൻ സമയം കിട്ടുന്നത്. 5:30ക്കാണ് ഇതിന്റെ ക്ലോസിംഗ് ടൈം. ഒരുപാട് തെങ്ങുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കോക്കനട്ട് ഐലൻഡ് എന്നും ഈ ഒരു സ്ഥലത്തിന് വിളിപ്പേരുണ്ട്. എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇതൊരു സാൻഡ് ഐലൻഡ് അല്ല എന്നുള്ളതാണ്. മറ്റു ദ്വീപുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു ഷെൽ ഐലൻഡ് ആണ്. ഇതിനു പുറമെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ പാരാസൈലിംഗ്, സോർബിൻ, ബോട്ട് റൗണ്ടിങ്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, ജെറ്റ് സ്കൈ പോലുള്ള ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. കുറച്ചു കാലം മുമ്പ് വരെ സെന്റ് മേരീസ് ഐലൻഡിനകത്ത് ഭക്ഷണമോ വെള്ളമോ ഒന്നും കിട്ടുന്ന ഒരു കടകളും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരുപാട് കടകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഭക്ഷണത്തിന്റെ കടകൾ മാത്രമല്ല, ഇവിടെ വന്ന ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നിർമ്മിക്കപ്പെട്ട ഷെല്ലിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് ക്രാഫ്റ്റ്സ് ഒക്കെ വാങ്ങിട്ട് പോകാനുള്ള ഓപ്ഷൻസും ഇപ്പൊ ഉണ്ട്. സെന്റ് മേരീസ് ഐലൻഡിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ട്രിപ്പ് ബഫ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉള്ള ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.